നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്ര ഉണ്ട് വണ്ടി ഇറക്കാൻ പറ്റും? മാക്സിമം ഏറ്റവും ലോവസ്റ്റ് ഒരു 5,000 ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. 5,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റും. നമ്മൾ 3 ബൈക്കിന്റെ ഡീറ്റെയിൽസ് എടുത്തത് 350 ക്ലാസിക്, 100, അതുപോലെ മെറ്റിയോർ 650. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മളെ കാരന്തൂരിലെ റോയൽ എൻഫീൽഡിന്റെ ഷോറൂമിലാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കൺഫ്യൂഷൻ ആയിട്ടോ, ഇപ്പോൾ ഏത് വണ്ടി എടുക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. ഇത് നമ്മൾ 100 ആണ്. ഇതിന് മുന്നേ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. 100ന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ നമുക്കിതാ നമ്മളെ റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡിൽ അടിപൊളി ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ സൂപ്പർ മെറ്റിയർ കണ്ടപ്പോൾ എനിക്ക് വേറൊരു വണ്ടി വേണ്ട, പക്ഷെ അതിൻ്റെ വിലയാണ് കേട്ടോ. ക്രൂസർ ടൈപ്പ് ബൈക്കാണ്. എന്താ അതിൻ്റെ ലുക്ക് നോക്ക്, അടിപൊളിയല്ലേ? അപ്പോൾ നമുക്ക് ഈ വണ്ടി, ഈ 3 ബൈക്കിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ട് തോന്നിയത് 100 ആണ് എൻ്റെ ഒരു ബഡ്ജറ്റിൽ കേട്ടോ. അപ്പോൾ അതും നോക്കാം. ഡൗൺ പേയ്മെൻറ്റ് എത്ര, അതുപോലെ EMI, ഇൻട്രസ്റ്റ് റേറ്റ്, അതൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ എടുക്കാവുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പേരെന്താടാ? വിഷ്ണു ഉണ്ട്. അപ്പോൾ നമ്മൾ 100 ആണ് എടുക്കുന്നത് ഫസ്റ്റ് ഡീറ്റെയിൽസ്. നമ്മൾ ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, 100ന് വിലയിൽ നിന്ന് മാറ്റമുണ്ടോ? 100ൽ വിലയിൽ ഇച്ചിരി ഹൈക്ക് വന്നിട്ടുണ്ട്. എത്ര വന്നിട്ടുണ്ട്? ഒരു 20,000 രൂപയോളം വന്നിട്ടുണ്ട്. 20,000 രൂപേൻ്റെ അടുത്ത് മാറ്റം വന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്കിപ്പം ആദ്യം ഒരു 1.5 വർഷം മുന്നേ 1,95,000 രൂപ എന്തോ വരുന്നു ഇതിന് വണ്ടിയുടെ വില അല്ലേ? ഇപ്പൊ എന്തോ വില വരുന്നു? 220 വരുന്നുണ്ട്. കൂടിയിട്ടുണ്ട് അല്ലേ? കൂടിയിട്ടുണ്ട്. ഓക്കെ. അപ്പം പഴയ എടുത്ത കസ്റ്റമറിനൊക്കെ റിസർവിൽ കൂടുമോ? കൊടുക്കുമോ? അങ്ങനത്തെ സ്കീം ഒന്നുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പറയാ, നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്ര ഉണ്ട് വണ്ടി ഇറക്കാൻ പറ്റും? മാക്സിമം ഏറ്റവും ലോവസ്റ്റ് ഒരു 5,000 ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. 5,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റും. അപ്പോൾ കസ്റ്റമേഴ്സ് വരികയാണെങ്കിൽ 5,000 രൂപയ്ക്ക് ഇറക്കി കൊടുക്കാൻ പറ്റും? അതെ, ഓരോ കസ്റ്റമറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ബാങ്ക് അത് ഒന്ന് ഡീറ്റെയിൽ പറയണ്ട. കാരണം എന്താന്ന് പറയണമെങ്കിൽ നല്ല ഫയല് അല്ലേ, നല്ല സ്കോറുള്ള കസ്റ്റമർ ആണെങ്കിൽ 5,000 രൂപയ്ക്ക് ഇറക്കി കൊടുക്കാൻ പറ്റും. അത് ഓരോ കസ്റ്റമറെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ നോർമൽ എത്ര കൊടുക്കേണ്ടി വരും? നോർമലി മിനിമം ഒരു 13 നമ്മളിവിടെ 13 ചെയ്തിട്ടുണ്ട്, 20 ചെയ്തിട്ടുണ്ട്. 5,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. അത് നല്ല സിവിൽ സ്കോറുള്ള നല്ല കസ്റ്റമർ ആണെങ്കിൽ അല്ലേ, നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ 5,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ 100 ഇറക്കാം കേട്ടോ. ഇൻട്രസ്റ്റ് എത്ര പറഞ്ഞ? ഇൻട്രസ്റ്റ് 8ന്റെ 9ന്റെ ഇടയ്ക്ക് വരും ആണല്ലേ? 8 9ന്റെ ഇടയ്ക്ക് വരും അല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് 100 ഡീറ്റെയിൽസ് എടുത്ത്. ഇനി നമുക്കിതാ റോയൽ എൻഫീൽഡിൻ്റെ തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് 350ലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. നമുക്ക് എടുത്ത് പറയുന്നത് ബാക്ക് ഡിസ്ക് വന്നിട്ടുണ്ട്, പിന്നെ വീല് മാറിയിട്ടുണ്ട് അല്ലേ? വലിയ വീല് വന്ന് ഫ്രണ്ടും അത് തന്നെയാണ്. ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ഡിജിറ്റൽ ക്ലസ്റ്റർ വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫ്യൂവലിൻ്റെ കിട്ടില്ലായിരുന്നു അല്ലേ? ഫ്യൂവലിൻ്റെ ഇപ്പൊ നമുക്കിതാ ഫ്യൂവൽ കാണിക്കുന്നുണ്ട്. അത് നല്ലൊരു മാറ്റം തന്നെ കേട്ടോ. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാണ് ബുള്ളറ്റിന് ഫ്യൂവലിന്റെ നമ്മൾ ഇവിടെ ടാപ്പ് തുറക്കാണല്ലോ ചെയ്യാ, മെയിനും ന്യൂട്രൽ ഇതൊക്കെ. അപ്പൊ നമുക്കിപ്പോ അത് നല്ലൊരു മാറ്റം വന്നത്. ഈ ഫ്യൂവലിന്റെ എല്ലാ വണ്ടിയിലും വന്നിട്ടുണ്ടോ? നമുക്കിപ്പോ എല്ലാ വണ്ടിയിലും ഫ്യൂവലിന്റെ വന്നിട്ടുണ്ട്. അതായിരുന്നു ഇതിനൊരു കുറവുണ്ടായിരുന്നു. ഇത് വൈബ്രേഷനും കാര്യങ്ങളും ഉണ്ടോ? നമ്മൾ പണ്ടത്തെ വെച്ച് യൂസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വൈബ്രേഷനേ ഇല്ലാന്നുണ്ടോ പറയാ അല്ലേ? ഇതിപ്പോ എഞ്ചിനും അതിന്റെ ഷേപ്പിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടല്ലോ. നമുക്ക് പുതിയ എഞ്ചിൻ വന്ന 350cc തന്നെ, പക്ഷേ J സീരീസിൽ വരുന്ന പുതിയ എഞ്ചിൻ വന്നത്. എന്ത് സീരീസാ? J സീരീസ് അല്ലേ? J1 സീരീസ് അല്ലേ? നമുക്ക് മീറ്റിയോറിൽ ഫസ്റ്റ് വന്നു. പിന്നെ മീറ്റിയോറിൽ വന്ന എഞ്ചിൻ അല്ലേ? ഫസ്റ്റ് മീറ്റിയോറിൽ വന്ന എഞ്ചിനാണ്. ഓക്കെ. ഇത് തന്നെയാണോ 100ൽ വരുന്നത്? നമുക്ക് 350സിലൊക്കെ ഈ എഞ്ചിൻ തന്നെ വരുന്നത്. മൈലേജ് എത്ര? മൈലേജ് കമ്പനി 35 പറയുന്നുണ്ട്. നമുക്ക് 40ഓളം കിട്ടും. യൂസ് അനുസരിച്ച് 13 14 ഇടയ്ക്ക് കിട്ടും. 40 ലോങ്ങിൽ പോകാനും കിട്ടും. ഇതൊന്നും ഓൺ റോഡ് വരുന്നത് ഇതിപ്പോ നടുക്കത്തെ വേരിയന്റ് ആണ്. സ്റ്റാൻഡേർഡ് ബ്ലാക്ക് എന്ന് പറയുന്ന വേരിയന്റ്. ഇതിനിപ്പോ ഡുവൽ ഡിസ്ക് ഒക്കെ വരുന്ന ABS വരുന്നത് 2,46 വരും. 2,46,000 രൂപ. ഇത് നമുക്ക് ഫിനാൻസ് ചെയ്യണമെങ്കിൽ എത്ര ഡൗൺ പേയ്മെന്റ്? ഫിനാൻസ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 40 ഒക്കെ ഇട്ടാല് നമുക്ക് വണ്ടി ഇറക്കാൻ. 40,000 വേണോ? 40 ഒന്നും വേണ്ട. പിന്നെ പറയുമ്പോൾ അപ്പൊ നമുക്ക് കുറച്ച് കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കുറഞ്ഞു. 20,000 രൂപ ഇറക്കാൻ പറ്റുമോ? 20,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. അത് ക്രെഡൻഷ്യൽസ് അനുസരിച്ച് ഇറക്കാൻ പറ്റും. അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് മെറ്റിയോർ 650 650cc ആണ് ഇത് വരുന്നത്. നോക്കുകയാണെങ്കിൽ ഒരു ക്രൂസർ ബൈക്ക് ആയിട്ട് തന്നെ കാണാം. പക്ക ക്രൂസർ ബൈക്ക് കേട്ടോ. അതിന്റെ എഞ്ചിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ട്വിൻ സിലിണ്ടർ ആണ് വരുന്നത്. 2 സിലിണ്ടറാണ് എഞ്ചിൻ വരുന്നത്. 2 സൈലൻസർ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് 19 ഇഞ്ചാണ് വീല് വരുന്നത്. ബാക്ക് നോക്കുകയാണെങ്കിൽ 15 ഇഞ്ചാണ്. നല്ല ലുക്കായിട്ടുണ്ട്. അവൻ്റെ ഹാർലി ഡേവിഡ്സൻ്റെ ഒക്കെ ലുക്കാണ് വരുന്നത്. സസ്പെൻഷനൊക്കെ ഒരു രക്ഷയില്ലാത്ത സസ്പെൻഷനാണ് ഫ്രണ്ട്സ്, കണ്ടല്ലേ? പിന്നെ ഹെഡ് ലാമ്പ് നോക്കുകയാണെങ്കിൽ ഉള്ളിലൊരു DRL വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ബാഡ്ജിങ് വന്നിട്ടുണ്ട്. പിന്നെ എനിക്കിഷ്ടമായത് ഈ ഒരു ടെയിൽ ലാമ്പാട്ടോ. ഒരു ക്ലാസിക് ടൈപ്പ്, പഴയ ടൈപ്പ്, ഒരു വിൻറ്റേജ് വണ്ടിയുടെ ഒക്കെ ടൈപ്പിലൊരു ഡിസൈൻ ചെയ്ത് നല്ല ഭംഗിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. പിന്നെ ഇവിടെ നല്ലൊരു സാരി ഗാർഡ് വരുന്നുണ്ട്.
പിന്നെ ഇതിൻ്റെ ഗിയർ ലിവറൊക്കെ പറയുകയാണെങ്കിൽ കണ്ടോ നല്ല അടിപൊളിയല്ലേ, നല്ല കംഫർട്ടായിട്ട് തന്നെ നമുക്ക് ഗിയറൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഡിസ്ക് ബ്രേക്കാണ്, ഡുവൽ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഒരു രക്ഷയില്ലാത്ത ഒരു ബൈക്ക് തന്നെയാണ് കേട്ടോ. അടിപൊളി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആട്ടോ, എന്നാൽ ചെറിയൊരു സാധനം, പക്ഷേ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിൽ ഓഡോമീറ്റർ വരുന്നുണ്ട്, പിന്നെ അത് മാത്രമല്ല നമ്മൾ ഫ്യൂവലിൻ്റെ കാണിക്കുന്നുണ്ട്, ഗിയർ ചേഞ്ച് കാണിക്കുന്നുണ്ട്, എല്ലാം നമ്മൾ ഇതിൽ തന്നെ കിട്ടും കേട്ടോ. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇവിടെ ഒരു നാവിഗേഷൻ വരുന്നുണ്ട്, ഇൻബിൽട്ട് ആയിട്ട് തന്നെ നാവിഗേഷൻ വരുന്നുണ്ട്. പഴയ ബുള്ളറ്റിനൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ഇത് മൊബൈലിൽ തന്നെ കണ്ടത്, ഇത് റോയൽ എൻഫീൽഡിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിത് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ബുക്കിംഗ് പീരീഡ് ഉണ്ടോ? ബുക്കിംഗ് ഉണ്ട്, നമുക്ക് സ്റ്റോക്കുള്ള വണ്ടി ഉണ്ട്. ഇപ്പോൾ സാറിന് വേണ്ട കളർ സ്റ്റോക്ക് ഇല്ലെങ്കിൽ അതിന് ഒരു വെയിറ്റ് പീരീഡ്. എത്ര കളർ വേരിയൻ്റ് ഉണ്ട്? നമുക്ക് മൊത്തം 7 കളർ വേരിയൻ്റ് വരുന്നുണ്ട്. 7 കളർ വേരിയൻ്റ് വരുന്നുണ്ട്, 3 വേരിയൻസ് ആയിട്ട് 7 കളർ വേരിയൻ്റ് വരുന്നുണ്ട്. ഓക്കെ. അതിൽ നമുക്ക് ചില കളർ ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവും, ചിലത് നമ്മൾ വെയിറ്റിംഗ് പീരീഡ് ഇട്ട് വരുത്തണം. ഓക്കെ ഓക്കെ. അതിനനുസരിച്ച് പിന്നെ ഒരുപാട് ആക്സസറീസ് ഉണ്ട് കേട്ടോ അവിടെ. ഇതാ ബുള്ളറ്റിൻ്റെ റോയൽ എൻഫീൽഡിൻ്റെ ഹെൽമെറ്റ് ഇതിൻ്റെ കൂടെ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഒരു കോംപ്ലിമെൻ്റ് ഒരു ഹെൽമെറ്റ് ഉണ്ടാവും. കോംപ്ലിമെൻ്റ് ഹെൽമെറ്റ് ഉണ്ട്. ഇതൊക്കെ അഡീഷണൽ നമ്മൾ വാങ്ങാനുള്ള അഡീഷണൽ വാങ്ങണം. ഓക്കെ. ഇതൊക്കെ അടിപൊളിയാണല്ലോ, ഇതൊക്കെ നല്ല ലുക്ക് ഉണ്ടല്ലോ. ഈ ഹെൽമെറ്റ് ഉണ്ടോ? നല്ല ലുക്കില്ലേ, റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജിങ് ഉള്ള. ഇതെങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 2900 വരുന്നുണ്ട് കേട്ടോ. ഇതൊരു ലെതർ ടൈപ്പ് ഒക്കെ അല്ലേ? ലെതർ സ്റ്റിച്ചിങ് ഉണ്ട്, ലെതർ സ്റ്റിച്ചിങ് ഒക്കെ വരുന്നുണ്ട് ഇവിടെ. എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ. പിന്നെ ഗ്ലൗസ് ഉണ്ട്, പിന്നെ ടീഷർട്ട് ഉണ്ട്, റോയൽ എൻഫീൽഡിൻ്റെ ടീഷർട്ട് ഉണ്ട്, ഷൂസ് ഉണ്ട്. ഇതൊക്കെ സേഫ്റ്റി ഷൂ തന്നെയല്ലേ? ഇത് റൈഡിംഗ് ബൂട്ട് അല്ലേ? റൈഡിംഗ് ബൂട്ട് ഉണ്ട്, റൈഡിംഗ് ഗിയേഴ്സ് ഉണ്ട്. ഇതാ അടിപൊളി ജാക്കറ്റ് കേട്ടോ. ഇത് സേഫ്റ്റി ആണല്ലോ? ഇത് റൈഡേഴ്സ് ജാക്കറ്റ്. റൈഡേഴ്സ് ജാക്കറ്റ് കേട്ടോ. ഇതൊക്കെ എന്തൊക്കെ? 7900. 3 ബൈക്കിന്റെ ഡീറ്റെയിൽസ് എടുത്തത് 350 ക്ലാസിക്, 100, അതുപോലെ മെറ്റിയോർ 650. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഞാൻ 100 ഒന്ന് നോക്കുന്നുണ്ട്, നോക്കട്ടെ, ഒന്നുകൂടി കൺഫേം ആയിട്ടില്ല, ഒന്ന് ഓടിച്ചൊക്കെ നോക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇവിടുന്ന് ബൈക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിഷ്ണുവിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കോൺടാക്ട് ചെയ്തത്. ലൊക്കേഷൻ പറഞ്ഞാൽ ഇത് കോഴിക്കോട് കാരന്തൂർ നമ്മളെ റോയൽ എൻഫീൽഡിലാണ് നമ്മളിന്ന് വീഡിയോ ചെയ്തത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.